പ്രസാദ്, ഇപ്പോൾ നിങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറയുന്നു, നിയമപരമായി നേരിടുമെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഏക എം പി അങ്ങോട്ട് പോയ കഥ പറയുകയാണല്ലോ. ഇന്നലെ BJP-യിലേക്ക് പോയിരിക്കുന്നു ജലന്ധർ MP. MLA-മാരെ, ഡൽഹിയിലെ MLA-മാരെ ഒരാൾക്ക് 25 കോടി വരെ വാഗ്ദാനം ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ പിടിച്ചു നിന്നു. ഇനി എത്ര പേർ പോകുമെന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? അല്ല, അവിടെ കാരശ്ശേരി മാഷ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതുമായി ഞാൻ കൃത്യമായി അതുമായി യോജിക്കുകയാണ്. കാര്യം, ഈ പറയുന്ന പണം കൊടുത്താണ് ഇവരെയൊക്കെ മാറ്റുന്നത്, ഒരു തർക്കമില്ലല്ലോ. അതായത് ഈ കേജ്രിവാൾ അറസ്റ്റിലാകുന്നതിന് മുമ്പ് ഇന്ന് പഞ്ചാബിൽ നിന്ന് പോയിട്ടുള്ള MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ കാണിക്കുന്നത്, ഫാക്ട് ചെക്ക് ചെയ്യാം. അദ്ദേഹം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതീകാത്മകമായി ചങ്ങല അദ്ദേഹത്തോടെ ഇട്ട് ഞങ്ങളുടെ നേതാവിനെ ഇതാ പൊക്കിക്കൊണ്ടു പോകുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് അറസ്റ്റ് 2 ദിവസം മുമ്പ് പറഞ്ഞ ആളാണ് ഇന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. കൃത്യമാണ് പണം കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ പണം ഉണ്ടെന്നേ, ഇവരെ നമുക്കറിയാം നോട്ട് നിരോധനം കൊണ്ട് നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമല്ല. നോട്ട് നിരോധനം വന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ലഭ്യരാക്കിക്കൊണ്ട് ഇവരുടെ കള്ളപ്പണ സംവിധാനങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ പണം ഉണ്ടായിരിക്കാം, പക്ഷേ പണം കണ്ടാൽ പോകുന്നവരാണ് നിങ്ങളുടെ നേതാക്കൾ എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഞാനതാ പറയുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാർ പോയ കഴിഞ്ഞ 12 വർഷ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളെ ഏതൊക്കെ സമയത്ത് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. നമ്മൾ കണ്ടതല്ലേ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരം കൊടുക്കുന്ന ബില്ല് കൊണ്ടുവന്ന അതുമായി ബന്ധപ്പെട്ട് അന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ഡൽഹി നിയമസഭയിൽ. അന്ന് കേജ്രിവാൾ വിളിച്ച യോഗത്തിലേക്ക് ഏതാണ്ട് 12 MLA-മാർ വന്നില്ല എന്ന് പറഞ്ഞ് അന്ന് മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. 12 MLA-മാരെ തട്ടിക്കൊണ്ടുപോയി. 1 മണിക്കൂറിന് ശേഷം രാജ്ഘട്ടിൽ ഗാന്ധി ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് കേജ്രിവാൾ നടന്ന് അദ്ദേഹത്തിന് MLA-യുമായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ഗുജറാത്തിൽ ഞങ്ങൾ നിയമസഭയിൽ 5 സീറ്റ് നേടി MLA-മാർ നിയമസഭയിൽ വന്നപ്പോൾ അവരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമം നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ പറയുന്ന ഇദ്ദേഹം ഒരാൾ പോയിട്ടുണ്ടാവും, അങ്ങനെ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട്, അതാ ഞാൻ പറഞ്ഞു, 1-2 അഴുക്കുകൾ ഇതിനകത്തുണ്ടാവും, അവർ പോകും. പക്ഷേ ആത്യന്തികമായി ഈ പാർട്ടിയിൽ ഒരാളെ പോലും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, വിരട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മൾ കണ്ടതല്ലേ ചണ്ഡീഗഡിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. Debate with Smriti Parithikad.